ഞാനിനി എന്ത് ചെയ്യണമെന്ന് ഏമാൻ തന്നെ പറയൂ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ കാരണമാണ് നിനക്കിങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് വീട്ടുകാരോട് പറഞ്ഞോ? ഇല്ല ഏമാനെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആളാരെന്ന് പറയാത്തോണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ശാരദ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറെ രൂപ തരാം, അത് കൊണ്ടുപോയി. എനിക്ക് രൂപ വേണ്ട ഏമാനെ, ഒരു ഭർത്താവിന് മതി. ഞാൻ നിന്നെ വിവാഹം ചെയ്യാനോ? അത് നടക്കില്ലെന്ന് എനിക്കറിയാം ഏമാനെ. എനിക്ക് പേരിനൊരു ഭർത്താവിന് തന്നാ മതി. ഏത് പുരുഷനായാലും ഞാൻ സ്വീകരിച്ചോളാം. പാല് കച്ചവടം ചെയ്ത് ഞാൻ അയാൾക്കൂടെ ചെലവിന് കൊടുത്തോളാം. ശരി, എന്ത് ക്ലേശം സഹിക്കേണ്ടി വന്നാലും ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ വിവാഹം നടത്തും. പക്ഷേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതാണെന്ന് മാത്രം ആരോടും പറയരുത്. ഇല്ലേ മോനെ, മരിക്കുന്നവരെ പറയില്ല. ആരോടും പറയാതെ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയെടുക്കും. മിടുക്കനായിട്ട് വളർത്തിയെടുക്കും. ഒരു പാവപ്പെട്ട സ്ത്രീയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഞാനന്ന് ചെയ്തത്. അതിനുശേഷം നിന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ജയിൽ റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് നീ എന്റെ മകനാണെന്ന് മനസ്സിലായത്. ഈ രഹസ്യം നിന്നെ അറിയിക്കാതിരിക്കാനായിരുന്നു എന്റെ ശ്രമം. അറിയിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശ്വരൻ സമ്മതിച്ചില്ല. അപ്പോൾ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതെ മോനെ, എന്നോട് ക്ഷമിക്കൂ. എന്റെ അമ്മ. അതൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ മുതൽ നീ പരിപൂർണ സ്വതന്ത്രനാണ്. നിന്നെ തടയാൻ ആരും ഇവിടെ ഉണ്ടാവില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം. ഇല്ല, ഇനി ഞാൻ പോവില്ല. എനിക്കും അച്ഛനുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാനും കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനെ അനുസരിക്കാൻ മകനൊരു മോഹം. പറയൂ, അച്ഛന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. മോനെ, അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയൂ. കൊല്ലപ്പെട്ട നിന്റെ ജ്യേഷ്ഠൻ ജയമോഹനെയും നിന്നെയും കണ്ടാൽ ആരും തിരിച്ചറിയില്ല. അവനെ കൊല ചെയ്തവരെ പിടിക്കാൻ വേണ്ടി അവന് പകരം നീ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കണം. അത് ഞാൻ വിഷമിക്കണ്ട. അതിനു വേണ്ട എല്ലാ പരിശീലനങ്ങളും